ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ മാപ്പ്. നമുക്കറിയാം. നമ്മൾ ബേസിക്കായിട്ട് ഇപ്പം നിങ്ങൾ മാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, അറ്റ്ലസ് എടുക്കുക. അറ്റ്ലസ് എടുത്ത് വെച്ച് മാപ്പ് ചെയ്യുക. ഒന്നേ അറ്റ്ലസിൽ തന്നെ മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ പറയും ഇതേപോലെ ഞാൻ ചെയ്തപോലെ മാപ്പ് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് അതിൽ മാർക്ക് ചെയ്യാം. അതിൽ മാർക്ക് ചെയ്ത് ബേസിക്കായിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് എഴുതി അത് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ് എടുക്കുക. എന്താണ് ഇന്ത്യയിലെ ഫിസിയോഗ്രഫിക് ഫീച്ചർ? മെയിനായിട്ട് മൗണ്ടൻസ് ആണ്. ഒന്ന് ഇവിടെയുള്ള ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം, അതിൻ്റെ ഇവിടെയുള്ള പ്ലെയിൻസ്, അടുത്ത് ഇവിടെയുള്ള പ്ലാറ്റ്യൂസ്, പിന്നെ ഇവിടെ സൈഡിൽ കോസ്റ്റൽ പ്ലെയിൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് ഉണ്ട്. അതുപോലത്തെ ബേസിക് ഫിസിയോഗ്രഫിക് ഫീച്ചേഴ്സ്. പിന്നെ ഐലൻഡ്സ് ഉണ്ട്, ഐലൻഡ്സ് ഓഫ് ഇന്ത്യ ഉണ്ട്. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് പഠിക്കും. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഫീച്ചറാണ് ഈ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റത്തിൽ തന്നെ എങ്ങനെയാണ് മൗണ്ടൻസ് ഫോം ചെയ്തതെന്ന് നമുക്കറിയാം. ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റുമായിട്ട് ചേരുമ്പോഴാണ് ഇവിടെ രണ്ട് പ്ലേറ്റ്, അതായത് ബേസിക്കായിട്ട് കോണ്ടിനെൻ്റൽ പ്ലേറ്റുകളാണ്. രണ്ട് കോണ്ടിനെൻ്റ് പ്ലേറ്റുകൾ തമ്മിൽ ഉരസി അത് കഴിഞ്ഞ് ഫോൾഡിങ് നടന്നാണ് ഹിമാലയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയണ്ട. ഇപ്പോൾ നമുക്ക് മാപ്പിംഗ് ആസ്പെക്റ്റ് മാത്രം നോക്കാം. അങ്ങനെ ഫോൾഡിങ് നടന്നാണ് ഹിമാലയ ഉണ്ടാകുന്നത്. ഇപ്പോഴും ആ ഫോൾഡിങ് ആക്ഷൻ നടക്കുന്നുണ്ട് തന്നെ, ഇപ്പോഴും ഹിമാലയ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഹിമാലയ തന്നെ പല പാർട്ടുണ്ട്. ട്രാൻസ് ഹിമാലയ, ഗ്രേറ്റ് ഹിമാലയ, മിഡിൽ ഹിമാലയ, ശിവാലിക് എന്ന് പറഞ്ഞ പല പാർട്ടുകളുണ്ട്. അത് നമുക്കറിയാം. അപ്പോൾ ആദ്യത്തെയാണ് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ഹിമാലയൻ പ്ലേറ്റ്, അത് ഇന്ത്യൻ പ്ലേറ്റ് വന്ന് യുറേഷ്യൻ പ്ലേറ്റ് വന്ന് തട്ടുന്നതിന് മുൻപ് തന്നെ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്ന മൗണ്ടൻ സിസ്റ്റംസ് ആണ് ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞത്. അത് ഈ പ്ലേറ്റ് വന്ന് തട്ടിയതിന് ശേഷം ഉണ്ടായതാണ് ഗ്രേറ്റ് ഹിമാലയാസും മിഡിൽ ഹിമാലയാസും പിന്നെ ശിവാലിക്സും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിൽ ആദ്യം പഠിക്കാനുള്ള ഏറ്റവും മുകളിൽ കിടക്കുന്ന ഈ ഒരു റേഞ്ചിനെ വിളിക്കുന്ന പേര് കാരക്കോരം റേഞ്ച് എന്നാണ്. ഓക്കെ, കാരക്കോരം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള റേഞ്ചാണ് കാരക്കോരം റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെയാണ് ഇന്ത്യയിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുള്ള മൗണ്ട് K2 അഥവാ ഗുഡ്വിൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന പീക്കുള്ള എവിടെയാണ്? കാരക്കോരം റേഞ്ചിലാണ് മനസ്സിലാക്കുക. അത് പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കശ്മീർ POK റീജിയനാണ്. നമുക്കറിയാം ഇന്ത്യയുമായിട്ട് ഇഷ്ടം പോലെ ടെറിട്ടോറിയൽ ക്ലാഷ് പാകിസ്ഥാനുമായിട്ട് നമുക്കുണ്ട്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിനടുത്തുള്ള കുറേ ഏരിയാസ് പാകിസ്ഥാൻ്റെ കീഴിലാണ്. നമുക്കറിയാം ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ പോലത്തെ ഏരിയാസ് കോൺഫ്ലിക്റ്റ് ഏരിയാസ് ആണ്. പിന്നെ അതുപോലെ ചൈനയുമായിട്ട് ഇന്ത്യക്ക് കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അക്സൈച്ചിൻ പോലത്തെ ഏരിയ കുറേ ചൈനയുടെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഈ ഒരു ഗിൽഗിറ്റ് ബാൽട്ടിസ്ഥാൻ്റെ കീഴിൽ വരുന്ന, അല്ലെങ്കിൽ അവർ പാകിസ്ഥാൻ ഒക്യുപ്പൈ ചെയ്ത കശ്മീരിൻ്റെ പോർഷൻസിലാണ് സത്യം പറഞ്ഞ ഈ ഒരു K2 റേഞ്ച് വരുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു കാരക്കോരം റേഞ്ചിൽ ബേസിക് ആയിട്ട് 3 ഏരിയ എന്ന് പറഞ്ഞാൽ, ഒന്ന് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ കുറേ പോർഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ അക്സൈച്ചിൻ എന്ന് പറഞ്ഞാൽ ചൈനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ഒരു ഏരിയയാണ്. ചൈനയുടെ കീഴിലുള്ള ചൈനീസ് ഒക്യുപ്പൈഡ് കശ്മീരിൻ്റെ പോർഷനാണ്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ലഡാക്കിൻ്റെ കുറച്ച് പോർഷൻ. ഇങ്ങനെ 3 ടെറിട്ടറി ആയിട്ടാണ് ഈ കാരക്കോരം റേഞ്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ മാപ്പ് ചെയ്യാൻ ബേസിക് ആയിട്ട് പഠിക്കുക, എവിടെയാണ് അതിൻ്റെ ഒരു ബേസിക് ലൊക്കേഷൻ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അത് ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്, അല്ലെങ്കിൽ എന്താണ് മെയിൻ ഹിമാലയാസിൻ്റെ ഭാഗമല്ല. അത് നേരത്തെ ഹിമാലയ ആ പ്ലേറ്റ് ഒന്ന് ഇടിച്ച് മെയിൻ ഹിമാലയ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായതാണ് കാരക്കോരം ഒന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അടുത്ത് പഠിക്കാനുള്ള ഒരു ടേമാണ് പാസസ് എന്ന് പറയുന്നത്. പാസസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ മൗണ്ടൻ. അപ്പോൾ ആ മൗണ്ടൻ നമുക്ക് ആ മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഇത്ര മൗണ്ടൻ ആയതുകൊണ്ട്, ഇത്ര വലിയ ടെറൈൻ ആയതുകൊണ്ട് തന്നെ അത് കയറി പോകാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഈസി പാസേജ് ഒരുക്കുന്ന സ്ഥലങ്ങളാണ് പാസുകൾ എന്ന് പറയുന്നത്. ഈ പാസുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മൗണ്ടൻ്റെ ഒരു സൈഡിലുള്ള ചില ഓപ്പണിംഗ് പോലത്തെ പോർഷൻ ആയിരിക്കും. അവിടെ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനും പോകാനും വളരെ എളുപ്പമായിരിക്കും. ഈ മൗണ്ടൻ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കടക്കേണ്ടി വരില്ല, അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോകാൻ പറ്റും. അങ്ങനെയുള്ള പാത്ത് വേസ് അല്ലെങ്കിൽ പാസേജുകളാണ് നമ്മൾ പാസസ് എന്ന് പറയുന്നത്. ഓക്കെ, പണ്ട് ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ പാസസിന് ഭയങ്കര സിഗ്നിഫിക്കൻസ് ആണ്. പണ്ടുള്ള 2 ഇമ്പോർട്ടൻറ്റ് പാസ്സാണ് ബോളൻ പാസ്, ഖൈബർ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാസുകളിലൂടെയാണ് ഫോറിൻ അല്ലെങ്കിൽ ഇൻവേർഡേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഓക്കെ, ഇൻവേഷൻ സിസ്റ്റം പോലെ ഇന്ത്യയിലോട്ട് നടക്കുന്നതും ഇപ്പോൾ ഈ അലക്സാണ്ടർ വന്നതായാലും അങ്ങനെയുള്ള ഫോറിൻ ഇൻവേഷൻസ് എല്ലാം നടക്കുന്ന ഈ ഖൈബർ പാസ്, ബോളൻ പാസ് വഴിയാണ്. കാരണം അത് അവർക്ക് കടക്കാൻ എളുപ്പമാണ്. ഇന്ത്യയിൽ ഇത്രയും വലിയ മലകളുണ്ടായാലും ആ സ്ഥലത്തൂടെ വരാൻ എളുപ്പമാണ് പാസുകളിലൂടെ. ഓക്കെ, അതുപോലെ കാരക്കോരത്ത് ഒരു പാസ് ഉണ്ട്, അതിനെയാണ് കാരക്കോരം പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതാണ് കാരക്കോറവുമായിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത് രണ്ടാമത് പഠിക്കേണ്ടതാണ് ലഡാക്ക് റേഞ്ച്. ഓക്കെ, ലഡാക്ക് റേഞ്ച് എന്താണെന്ന് പഠിക്കുക. ലഡാക്ക് റേഞ്ചുള്ള ഈ ലഡാക്കിൻ്റെ ഈ ഒരു പോർഷൻ. ഓക്കെ, ഈ ഒരു പോർഷനാണ്. ഇവിടെ റെയിൻഫാൾ വളരെ കുറവാണ്, ഒട്ടും മഴ കിട്ടാത്ത ഏരിയയാണ്. അവിടെ നമുക്കറിയാം ലഡാക്കിൽ ലെഹ് എന്ന് പറഞ്ഞൊരു ഏരിയയിൽ വെറും 8 സെൻറ്റിമീറ്റർ റെയിൻഫാൾ മാത്രമേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം, ലഡാക്കിൽ ലെഹ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കോൾഡ് ഡെസേർട്ടൊക്കെ ഉള്ള ഏരിയയാണ് നമുക്കറിയാം ലഡാക്ക് എന്ന് പറയുന്നത്. ലഡാക്കിൽ തന്നെ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ -40 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ
അടുത്ത് പറയാനുള്ള വേറൊരു പാസ്, ലഡാക്കിലുള്ള ഒരു പാസ്സാണ് ഖർഡുങ്ല പാസ്. നമ്മൾ കാരക്കോറത്തിൻ്റെ ഒരു പാസ് പഠിച്ചു, കാരക്കോരം പാസ്. അടുത്ത് ലഡാക്കിൻ്റെ പാസ് ഖർഡുങ്ല പാസ്സാണ്. അത് ഹയസ്റ്റ് മോട്ടറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നാവിഗബിൾ ആയിട്ടുള്ള നമുക്ക് വണ്ടിയിലൊക്കെ പോകാൻ പറ്റുന്ന ഹയസ്റ്റ് ആയിട്ടുള്ളൊരു പാസ് തന്നെയാണ് ഈ ഒരു ഖർഡുങ്ല പാസ്. 5602 മീറ്ററിന് അത്രയും ഹൈറ്റിലാണ് ഈ പാസ് ഉള്ളത്. പിന്നെയുള്ള അവിടെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ട്രൈബാണ് ചാങ്പ ട്രൈബ്. ചാങ്പ ട്രൈബ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ലഡാക്ക് റേഞ്ചുമായിട്ട് അല്ലെങ്കിൽ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുക. അവിടെ പശ്മിന ഗോട്ടുണ്ട്. പശ്മിന ഗോട്ടിലുള്ള ഊളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത്രയാണ് ലഡാക്ക് റേഞ്ചുമായിട്ട് മനസ്സിലാക്കുന്നത്. ലഡാക്ക് റേഞ്ച് അവിടെ കോൾഡ് ഡെസേർട്ട് ഉണ്ടെന്നും പിന്നെ അതുപോലെ തന്നെ അത് ഏകദേശം 370 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ലഡാക്ക് റേഞ്ച്. അടുത്ത മൂന്നാമത്തെ, ഇതും ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്. ആദ്യം പറഞ്ഞ കാരക്കോരം ആയാലും രണ്ടാമത് പറഞ്ഞ ലഡാക്ക് ആയാലും ട്രാൻസ് ഹിമാലയയുടെ പാർട്ടാണ്. മൂന്നാമത്തെയാണ് സാസ്കാർ റേഞ്ച്. ഓക്കെ, സാസ്കാർ റേഞ്ച് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഉള്ളത് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ കാരക്കോറം ഈ 3 സ്ഥലം POK, XH ലഡാക്ക്. രണ്ടാമത് പറഞ്ഞ ലഡാക്ക് റേഞ്ച് ലഡാക്കിലാണ് കംപ്ലീറ്റ്ലി. അടുത്ത് മൂന്നാമത് പറഞ്ഞ സാസ്കാർ റേഞ്ച് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ഓക്കെ, അപ്പോൾ സാസ്കാർ റേഞ്ച് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാസ്കാർ റേഞ്ചിലിരിക്കുന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ കാർഗിൽ വാർ നടന്ന കാർഗിൽ സെക്ടറൊക്കെ ഉള്ളത് സാസ്കാർ റേഞ്ചിൻ്റെ അടുത്താണ്. ഓക്കെ, അതാണ് ഒരു ഇമ്പോർട്ടൻസ്. ഇവിടെ ഈ ഒരു ബോർഡർ ആയിട്ടൊക്കെ വരും. ഓക്കെ, അതായത് ലഡാക്കിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ജമ്മു ആൻഡ് കാശ്മീർ തന്നെയാണ്, ഈ ബോർഡറിൻ്റെ കുറച്ച് അകത്തോട്ട് കയറി വരും. അതാണ് കറക്റ്റ് ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷൻ സാസ്കാറിൻ്റെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാണ്, അതായത് ഇൻഡസ് നദിയുടെ ഇൻഡസ് റിവർ എന്ന് പറയുന്നത് ലഡാക്കിൻ്റെ സാസ്കാറിൻ്റെ ഇടയ്ക്കായിരിക്കും. ഇത് ലഡാക്ക് റേഞ്ച്, ഇത് സാസ്കാർ റേഞ്ച്. അപ്പോൾ ഇവരുടെ ഇടയ്ക്കൂടെ പോകുന്ന നദിയാണ് ഇൻഡസ് നദി. അവിടെ കൂടെ ഒരു ഫ്ലോ ഉണ്ട് ഇൻഡസ് നദിക്കെന്ന് മനസ്സിലാക്കുക. റിവർ സിസ്റ്റം ഞാൻ പിന്നെ വേണമെങ്കിൽ മാപ്പ് ചെയ്ത് തരാം. പക്ഷേ ജസ്റ്റ് മനസ്സിലാക്കുക, ഇപ്പം ഇൻഡസ് നദി പോകുന്ന സമയത്ത് ഇൻഡസ് നദി എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ മാനസരോവറിൽ എന്നൊക്കെയാണ് വരുന്നത്. കൈലാസ് റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ഇൻഡസ് നദി ഉത്ഭവിച്ച് വന്ന് ഇതിൻ്റെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്. ഇന്ത്യയിൽ വന്നതിന് ശേഷം അവർ ലഡാക്ക് റേഞ്ചിനെ സാസ്കാർ റേഞ്ചിനെ ഇടയ്ക്കൂടെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ കൂടെയാണ് പോകുന്നത് എന്നുള്ള മനസ്സിലാക്കിയിരിക്കുക. ഇൻ ബിറ്റ്വീൻ ലഡാക്ക് ആൻഡ് സാസ്കാർ. ഓക്കെ, അപ്പോൾ ഇത് 3 റേഞ്ച് നമ്മൾ പഠിച്ച കാരക്കോറം, ലഡാക്ക് റേഞ്ച്, സാസ്കാർ റേഞ്ച്, ഇത് 3ഉമാണ് എന്തിൻ്റെ പാർട്ട്? ട്രാൻസ് ഹിമാലയാസിൻ്റെ പാർട്ട്. ഇനിയാണ് നമ്മളെ മെയിൻ ഹിമാലയാസിൻ്റെ പാർട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ മെയിൻ ഹിമാലയാസ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റും യൂറേഷ്യൻ പ്ലേറ്റും മുട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ മെയിൻ ഹിമാലയാസ് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 ഗ്രേറ്റ് ഹിമാലയാസ്, 2 മിഡിൽ ഹിമാലയാസ്, 3 ശിവാലിക്സ്. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രേറ്റ് ഹിമാലയാസ് നോക്കാം. ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ പാർട്ട് നോക്കാം. ഓക്കെ, ഗ്രേറ്റ് ഹിമാലയാസ് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് നംഗ പർവ്വതത്തിൽ നിന്നാണ്, തീരുന്നത് നാംച ബർവായിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നംഗപർവ്വതം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ട് ഏരിയ ആയിട്ട് വരും, അതായത് ഇവിടെ ആയിട്ട് വരും നംഗപർവ്വതം എന്ന് വയ്ക്കാം. ഓക്കെ, ഇവിടെ ആയിട്ട് വരും നംഗപർവ്വത്, ഇവിടെ നാംച പർവ്വതം. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു ഹിമാലയൻ റേഞ്ച്, ഗ്രേറ്റ് ഹിമാലയാസ് ഉള്ള വളരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു റേഞ്ചാണ്. ഇങ്ങനെ വരെ പോകും. അത് നേപ്പാളിൽ കൂടെയൊക്കെ കുറച്ച് അതിൻ്റെ പോർഷൻസ് ഉണ്ട് നമുക്കറിയാം. എവറസ്റ്റൊക്കെ അവിടെയാണ് ഉള്ളതെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ അവസാനം ഇത് തീരുന്ന എവിടെയാണ്? നാംച ബർവയിലാണ് ഇത് തീരുന്ന ഗ്രേറ്റ് ഹിമാലയൻ റേഞ്ച്. ഏകദേശം 2400 കിലോമീറ്ററാണ് ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ ഗ്രേറ്റ് ഹിമാലയാസുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക ബേസിക് മാപ്പിങ്ങിൽ. അടുത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ മിഡിൽ ഹിമാലയാസ് ആണ്. മിഡിൽ ഹിമാലയാസ് പക്ഷേ ഇത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്നില്ല, കുറേ പൊട്ടലുകളുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനാണ് മിഡിൽ ഹിമാലയാസിൻ്റെ. അതിനെ പീർ പാഞ്ചൽ റേഞ്ച് എന്നാണ് നമ്മൾ വിളിക്കുന്നത്, പീർ പാഞ്ചൽ റേഞ്ച് എന്ന് വിളിക്കണം. ഓക്കെ, അതിനെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ ഇവിടെ കാശ്മീരിൽ ഇതിൻ്റെ കുറച്ച് പോർഷനുണ്ട്. ബാക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് പോർഷനുള്ള ജമ്മു ആൻഡ് കാശ്മീരിലാണ്. പിന്നെയുള്ള പോർഷൻ ഹിമാചൽ പ്രദേശിലും കുറച്ച് പോർഷൻസ് ഉണ്ട്. അതാണ് പീർ പാഞ്ചൽ എന്ന് പറയുന്നത്. പീർ പാഞ്ചലിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഗുൽമർഗ്, സോൺമർഗ്, ലാഹുൽ, സ്പിത്തി, കുല്ലു വാലി. ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും. അതുപോലെ ഗുൽമർഗ്, സോൺമർഗ് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഗ്രാസ് ലാൻഡുകളാണ്. ഗ്രാസ് ലാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ബേസിക്കായിട്ട് എന്താണ്? ആ ഒരു ഡെസേർട്ടിനും ഒരു ഫോറസ്റ്റ്, ഇപ്പോൾ ഫോറസ്റ്റ് ആണെന്ന് വയ്ക്കുക, ഇത് ഡെസേർട്ട് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഏരിയ ആയിരിക്കും, അല്ലാണ്ട് എൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ടൈപ്പ് വെജിറ്റേഷനാണ് ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാസ് ലാൻഡ് വെജിറ്റേഷൻ ഉള്ളൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് ഈ സോൺമർഗ്, ഗുൽമർഗ്. അപ്പോൾ ഇത് പീർ പാഞ്ചലിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മുടെ പീർ പാഞ്ചൽ റേഞ്ചുമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത് മനസ്സിലാക്കുക എന്ന് അടുത്ത് രണ്ടാമത്തെ പീർ പാഞ്ചൽ മിഡിൽ ഹിമാലയസിൻ്റെ പാർട്ട്. അടുത്ത് രണ്ടാമത്തെ ഒരു പോർഷൻ ഇവിടെ ഉണ്ട്, ഇതിനെ ധോളധർ റേഞ്ച് എന്ന് പറയും. ഇത് ഹിമാചൽ പ്രദേശിലാണുള്ള, ഇത് ധോളധർ റേഞ്ചാണ്. ധോളധർ റേഞ്ച് എന്ന് പറയുമ്പോൾ ഈ പീർ പാഞ്ചലിൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ്. ഇവിടെ ഒരു ഒരു പൊട്ടൽ പോലെ വന്നിട്ട് ഇപ്പുറത്താണ് ബ്രേക്ക് വന്നിട്ട് ഇപ്പുറത്താണുള്ള റേഞ്ചാണ് ധോളധർ റേഞ്ച്. ഇത് മിഡിൽ ഹിമാലയസിൻ്റെ പാർട്ടാണ്. ഇത് പീർ പാഞ്ചലിൻ്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ഇവിടെയാണ് ഷിംല ഉള്ളത്. ഷിംല എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ഉള്ള സ്ഥലം ഇവിടെയാണുള്ളത്.
ഓക്കെ. അടുത്തുള്ള ഉത്തരാഖണ്ഡിൽ ഇതിൻ്റെ രണ്ട് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നാഗ് ടിബയും, രണ്ടെന്ന് പറയുന്നത് മൊസോറി റേഞ്ച്. ഓക്കെ, ഇവിടെ നോട്ട് ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്ഥലം. ലൊക്കേഷൻ നോക്കുക മാപ്പിൽ. ഈ ഉത്തരാഖണ്ഡിൻ്റെ ഈ ഒരു ഏരിയയിൽ തന്നെ ഇവിടെ രണ്ടെണ്ണം, നാഗ് ടിബയും പിന്നെ അതുപോലെ തന്നെ മൊസോറി റേഞ്ചും. ഇത് മിഡിൽ ഹിമാലയസിൻ്റെ എക്സ്റ്റൻഷനാണ്. നാഗ് ടിബ എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിലാണ്. നമുക്കറിയാം ബുഗ്യാൾ എന്ന് പറയുന്ന ഒരു ഗ്രാസ് ലാൻഡ്, ഒരു ടൈപ്പ് ഗ്രാസ് ലാൻഡാണ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഓക്കെ, ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ നമുക്കറിയാം, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയ്ക്കുള്ള നമുക്ക് ട്രോപ്പിക്കൽ റീജിയൻ എന്നും അതിന് മുകളിലോട്ടുള്ള നമ്മൾ ടെമ്പറേറ്റ് റീജിയൻ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ടെമ്പറേറ്റ് റീജിയനിൽ വരുന്ന ഗ്രാസ് ലാൻഡ് ടൈപ്പ് വെജിറ്റേഷനാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കുക. അത് ഉത്തരാഖണ്ഡിലാണുള്ളത്. അതാണ് 7. എട്ടാമത്തേന്ന് പറഞ്ഞാൽ മൊസോറി റേഞ്ച്, ക്യൂൻ ഓഫ് ഹിൽസ് എന്നറിയപ്പെടുന്ന മൊസോറി റേഞ്ചും ഇവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓക്കെ, അതാണ് 7ഉം 8ഉം. അടുത്ത് 9ാമത്തെ എന്ന് പറയുമ്പോൾ ഇത് നേപ്പാളിലുള്ളതാണ്. നേപ്പാളിലുള്ള ഇതിൻ്റെ പേര് മഹാഭാരത് റേഞ്ച് എന്നാണ് നേപ്പാളിൽ വിളിക്കുന്നത്. മഹാഭാരത് റേഞ്ചിൽ തന്നെയാണ് കാഠ്മണ്ഡു വാലി ഉള്ളത്. ഓക്കെ, കാഠ്മണ്ഡു വാലി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഗ്രേറ്റ് ഹിമാലയാസിൻ്റെയും ഇപ്പം ഞാൻ പറഞ്ഞ മഹാഭാരത് റേഞ്ചിൻ്റെ ഇടയ്ക്കുള്ള വാലിയാണ് കാഠ്മണ്ഡു വാലി എന്നൊരു പോയിന്റും കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഇതുവരെ മഹാഭാരത് വരെ എത്തി. അടുത്ത് അവസാനമുള്ള ഒരു എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഒരു മിഡിൽ ഹിമാലയസിൻ്റെ അവസാനത്തെ എക്സ്റ്റൻഷനാണ് സിക്കിമിലുള്ള ഡോങ്ക്യ ഹിൽസ്. അതായത് 10 എഴുതിയിരിക്കുന്ന ഈ ഒരു ഡോങ്ക്യ ഹിൽസ്. ഈ ഡോങ്ക്യ ഹിൽസ് എന്ന് പറയുന്നത് സിക്കിമിലാണ് എന്നുള്ളതും മനസ്സിലാക്കി. അത്ര മനസ്സിലാക്കിയാൽ മതി, കൂടുതലില്ല. അപ്പോൾ അത്രയാണ് മിഡിൽ ഹിമാലയാസ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ശിവാലിക് റേഞ്ചാണ്. ശിവാലിക് റേഞ്ച് നോക്കുമ്പോൾ ഫസ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ ശിവാലിക്കിന് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഓക്കെ, അത് ഞാൻ മാപ്പിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും ഞാൻ ഇവിടെ പതുക്കം എഴുതിയിട്ടുണ്ട്. ഇത് 11, അടുത്ത് ഇവിടെ കുറച്ച് ഏരിയ 12, പിന്നെ അടുത്ത് 13 ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് ഏരിയ വരും. അതാണ് ഈ ഏരിയ ഇതുവരെയൊക്കെ പോകും. അങ്ങനെ 3 പാർട്ടായിട്ട്, അതായത് ഇത് വെസ്റ്റേൺ ഏരിയയാണ്, ശിവാലിക്കിൻ്റെ വെസ്റ്റേൺ പാർട്ടാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശിവാലിക്കിൻ്റെ തന്നെ കുറച്ച് ഈസ്റ്റേൺ പാർട്ടുണ്ട്, അതായത് ഇവിടെ ഇങ്ങനെ വരും, മിഡിൽ പാർട്ടുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് ഇവിടെയുള്ള കുറച്ച് മൗണ്ടൻസ്, അതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ് അഥവാ പൂർവാഞ്ചൽ മൗണ്ടൻസ് എന്ന് പറയും. ഇവിടെയൊക്കെയുള്ള കുറേ മൗണ്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത് ശിവാലിക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒന്ന് വെസ്റ്റേൺ സെഷനുണ്ട്, ഒന്ന് മിഡിൽ സെഷനുണ്ട്. ഈ മിഡിൽ സെഷൻ്റെ പ്രത്യേകത അത് പ്ലെയിൻസ് ആണ്. ഓക്കെ, കുറച്ചുകൂടെ പ്ലെയിൻ ഏരിയാസ് ആണ് ആ മിഡിൽ സെഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അവസാനമുള്ള വെസ്റ്റേൺ സെഷൻ അത് പൂർവാഞ്ചൽ ഹിൽസ് അഥവാ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെസ്റ്റേൺ സെക്ടർ നോക്കാം. വെസ്റ്റേൺ സെക്ടറിൽ തന്നെ 3ആയിട്ട് പറയാം. ഒന്ന് ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ഹിൽസ് എന്ന് പറഞ്ഞ പോർഷനാണ് ഫസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ പഞ്ചാബിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട്. പഞ്ചാബിൻ്റെ പോട്ട്വാർ റീജിയനും ഈ ഒരു ശിവാലിക്കിൻ്റെ പാർട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത് മൂന്നാമതുള്ളതെന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഡ്യൂൺ ഏരിയ, ഡെറാഡൂൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഉത്തരാഖണ്ഡിലുള്ള. അപ്പോൾ ഡ്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് വാലിയാണ്, കുറേ ഹിൽസിനെ സറൗണ്ട് ചെയ്തിരിക്കുന്ന വാലി ടൈപ്പ് റീജിയനാണ് ഡ്യൂൺ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഡ്യൂൺ പോലത്തെ ഏരിയാസ് ഉണ്ട്. ഇത് 3ആണ് വെസ്റ്റേൺ സെക്ഷനിൽ 3ആയിട്ടുള്ളത്. ഒന്ന് ജമ്മു ഹിൽസ്, 2 പഞ്ചാബിലുള്ള പോട്ട്വാർ റീജിയൻ ഉണ്ട്, പിന്നെ അതുപോലെ ഡ്യൂൺ ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് 3ഉം കൂടെയാണ് ശിവാലിക്കിൻ്റെ ഏറ്റവും താഴെയുള്ള വെസ്റ്റേൺ സെഷൻ. അടുത്ത മിഡിൽ സെഷൻ ഇവിടെ വരുമ്പോൾ ബേസിക്കായിട്ട് വരുന്നതാണ് ഒരു പ്ലെയിൻ റീജിയനാണ്. ഈ പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മുടെ മൗണ്ടൻ പോലത്തെ ഏരിയ കുറഞ്ഞ് പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന ഹരിദ്വാറിലാണ്. അപ്പോൾ ഹരിദ്വാറിൽ നമുക്ക് ഗംഗ നദിയുടെ അടുത്ത് നിന്ന് നമ്മൾ മുങ്ങുമ്പോൾ ഹരിദ്വാറിൽ നിൽക്കുമ്പോൾ തന്നെ ഈ മലകളൊക്കെ കാണാം. ഓക്കെ, ജമ്മു ഹിൽസ് ആയാലും പഞ്ചാബ് ഏരിയയിലെ ഡ്യൂൺ റീജിയൻസ് ഒക്കെ ഹരിദ്വാറിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അവിടെ നിന്നാണ് പ്ലെയിൻ റീജിയൻ തുടങ്ങുന്ന. പ്ലെയിൻ റീജിയനെ കുറിച്ച് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ദുവാർ റീജിയനാണ്. ഈ ഈസ്റ്റ് ഏരിയ ഇവിടെ പറയാം ദുവാർ എന്നാണ്. പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ദുവാർ. മറ്റേത് ഡ്യൂൺ, വെസ്റ്റിൽ കൂടുതലായിട്ടുള്ള ഡ്യൂൺ ഏരിയയാണ്. കുറച്ച് പോട്ട്വാർ റീജിയന് പിന്നെ ജമ്മു ഹിൽസും ഉണ്ടെങ്കിൽ കൂടുതലും ഡ്യൂൺ ഏരിയയാണ് അവിടെ ഉള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഡെറാഡൂൺ. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ഈ പ്ലെയിൻ ഏരിയ എന്ന് പറഞ്ഞാൽ ദുവാർ ഏരിയ. ഓക്കെ, അപ്പോൾ അത്ര മനസ്സിലാക്കുക ദുവാർ. അടുത്ത് ഇവിടെ രണ്ടാമത്തെ പ്ലെയിൻ ഏരിയ. അപ്പോൾ നമ്മൾ രണ്ട് സെക്ടർ, വെസ്റ്റ് സെക്ടറും ഈ മിഡിൽ സെക്ടറും പഠിച്ചു. അടുത്ത് ഈസ്റ്റേൺ സെക്ടർ നമുക്ക് പഠിക്കാം. ശിവാലിക്കിൻ്റെ ഈസ്റ്റേൺ സെക്ടർ, അതിനാണ് നോർത്ത് ഈസ്റ്റ് മൗണ്ടൻ അഥവാ മെനി ഹിൽസ് അഥവാ പൂർവാഞ്ചൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് പഠിക്കാം. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമുക്ക് അരുണാചൽ പ്രദേശിലുള്ള നോക്കാം. ഏതൊക്കെ സ്റ്റേറ്റിലാണ് ഹിൽസ് ഉള്ളതെന്നും കൂടെ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഞാൻ ഇപ്പം പറഞ്ഞ നാഗ്ടിബ് ആയാലും മൊസോറി ആയാലും അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഏതാണെന്ന് ആ സ്റ്റേറ്റും കൂടെ കറക്റ്റ് മനസ്സിലാക്കാം. ഈ ലൊക്കേഷൻ നോക്കാം, ഏത് ഹില്ലാണ് ഏത് സ്ഥലത്താണെന്നുള്ളതെന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കാം. ഇതെന്ന് പറയുന്ന അരുണാചൽ പ്രദേശ്. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് 4 എണ്ണം, ആദ്യം പറയുന്നത് 5 എണ്ണം, അത് അരുണാചൽ പ്രദേശിലുള്ളതാണ്.
ഇത് ഒന്ന്, ഇത് ഡാഫ്ല ഹിൽസ്, അടുത്ത് മെരി ഹിൽസ്, അടുത്ത അബോർ ഹിൽസ്, അടുത്ത് മിഷ്മി ഹിൽസ്, പിന്നെ അഞ്ചാമത്തെ പട്കായ് ബോം. ഈ 5 എണ്ണം അരുണാചൽ പ്രദേശാണ്. ഇത് ശിവാലിക്കിൻ്റെ പാർട്ടാണ്. ഇത്ര നിങ്ങൾ കറക്റ്റ് പഠിക്കുക. ഓക്കെ, ഡാഫ്ല ഹിൽസ്, മെറി ഹിൽസ്, അബോർ ഹിൽസ്, മിഷ്മി ഹിൽസ്, പട്കായ് ബോം. ഇത് 5 എണ്ണം ഇതിൻ്റെ പാർട്ടാണ്. ഏതിൻ്റെ പാർട്ട്? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ അഥവാ പൂർവാഞ്ചൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ശിവാലിക്കിൻ്റെ പാർട്ടാണെന്ന് മനസ്സിലാക്കാം. ഇത് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ്. ഓക്കെ, അടുത്ത 6ാമത്തെ നാഗ ഹിൽസ്. നാഗ ഹിൽസ് നാഗാലാൻഡിലുള്ളതാണെന്ന് നമുക്ക് ബേസിക്കായിട്ട് അറിയാം. ഈ നാഗ ഹിൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ബോർഡർ, ഇന്ത്യയും മ്യാൻമാറുമായിട്ട് ഒരു ബോർഡറായിട്ട് ആക്ട് ചെയ്യുമെന്ന് മനസ്സിലാക്കാം. ഈ നാഗ ഹിൽസ് എന്ന് പറയുമ്പം തന്നെ അതിൻ്റെ അകത്താണ് സരമതി പീക്ക് എന്ന് പറഞ്ഞ സ്ഥലമുള്ള സരമതി പീക്ക്. ഈ സരമതി പീക്കാണ് ഈ നോർത്ത് ഈസ്റ്റേൺ പൂർവാഞ്ചൽ മൗണ്ടൻസിൽ തന്നെ ഏറ്റവും വലിയ പീക്ക് എന്ന് പറഞ്ഞാൽ സരമതി പീക്കാണ്. അതുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് നാഗ ഹിൽസ് നാഗാലാൻഡിലാണ്. ഓക്കെ, അപ്പോൾ അത്ര നിങ്ങൾ പഠിക്കുക. അടുത്ത് 7ാമത്തെ എന്ന് പറയുന്നത് മണിപ്പൂരി ഹിൽസാണ്. 7ാമത്തെ മണിപ്പൂരി ഹിൽസ് മണിപ്പൂരിലാണ് ഉള്ളത്. ഇവിടെയാണ്, ഇതാണ് അതിൻ്റെ സ്ഥലം. പിന്നെ 8ാമത്തെ ഇതെന്ന് പറയുന്നത് ഇത് ലുഷായ് ഹിൽസാണ്. 8ാമത്തെ ലുഷായ് ഹിൽസ് മിസോറാമിലാണ് ഉള്ളത്. ഓക്കെ, ഇതും നോർത്ത് ഈസ്റ്റേൺ മൗണ്ടൻ പൂർവാഞ്ചൽ മൗണ്ടൻ്റെ പാർട്ടാണ്, ശിവാലിക്കിൻ്റെ പാർട്ടാണ്. അടുത്ത 9ാമത്തത് മിക്യൂർ ഹിൽസ്, അത് ആസാമിലാണുള്ളത്. 9ാമത്തെ മിക്യൂർ ഹിൽസ്. 10ാമത്തെ ബെറൈൽ റേഞ്ച്, അതും ആസാമിലാണുള്ളത്. 9ഉം 10ഉം ആസാമിലാണുള്ളത്. ഓക്കെ, മിക്കർ ഹിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡ്രെയിനേജ് സിസ്റ്റം റേഡിയൽ പാറ്റേൺ ഡ്രെയിനേജ് ആണ്. ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ പാറ്റേൺ ഓഫ് ഡ്രെയിനേജ് ഉണ്ട്. റേഡിയൽ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി പോലെയൊക്കെ വരും. അപ്പം ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് എന്താണ് നമുക്കുള്ളത് പറഞ്ഞുതരാം. അമർകണ്ടക് എന്ന് പറഞ്ഞ ഹില്ലുണ്ട്, അവിടത്തെയും ഡ്രെയിനേജ് ഇതുപോലെയാണ്. അതുകൊണ്ട് തന്നെ മിക്കർ ഹിൽസിൻ്റെ ഡ്രെയിനേജ് ഒരു റേഡിയൽ പാറ്റേൺ ഉള്ള ഡ്രെയിനേജ് ആണെന്ന് മനസ്സിലാക്കുക ബേസിക്കായിട്ട്. പിന്നെ അതുപോലെ 10ാമത്തെ ബെറൈൽ റേഞ്ചും ആസാമാണ്. ഈ മിക്കർ ഹിൽസിൻ്റെയും ബെറൈൽ റേഞ്ചിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ നോക്കുക. ഇത് മിക്കർ ഹിൽസ്, ഇത് ബെറൈൽ റേഞ്ച്. ഓക്കെ, അടുത്ത് ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് വരുന്ന പൂർവാഞ്ചലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പൂർവാഞ്ചൽ പാർട്ട് ഏതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പം ഓക്കെ, അപ്പോൾ പൂർവാഞ്ചലിൻ്റെ പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ ഇവിടെ 3 ഹിൽസ് ഉണ്ട്. ഖാരോ, ഖാസി, ജൈന്തിയാന എന്ന് പറഞ്ഞാൽ മേഘാലയയിൽ 3 ഹിൽസ് ഉണ്ട്. ഇത് പൂർവാഞ്ചലിൻ്റെ പാർട്ട് അല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത് താഴത്തെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ പാർട്ടാണ്. ഇതൊരിക്കലും ഈ പൂർവാഞ്ചൽ ഹിൽസിൻ്റെ അല്ലെങ്കിൽ ഹിമാലയയുടെ പാർട്ടല്ല. ഇവിടെയുള്ള 3 ഹിൽസും ഇത് ബേസിക്കായിട്ട് പറയുമ്പോൾ ഏതിൻ്റെ പാർട്ടാണ്? പെനിൻസുലർ ഇന്ത്യയുടെ, അല്ലെങ്കിൽ ഇവിടെ താഴെയുള്ള പാർട്ടിൻ്റെ തന്നെ ഇവിടെ അതിൻ്റെ തന്നെ എക്സ്റ്റൻഷനാണ് ഇതെന്ന് മനസ്സിലാക്കുക. അത് ഹിമാലയയുടെ പാർട്ടല്ല. ഖാരോ, ഖാസി, ജൈന്തിയ. അപ്പോൾ 11 ഖാരോ, 12 ഖാസി, 13ാമത്തെ പോർഷൻ ജൈന്തിയ. ഇതിൽ ഖാസി റേഞ്ചിലാണ് ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്ന ചെറാപുഞ്ചി, മൗസിൻഡ്രാം പോലത്തെ ഏരിയാസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടുത്തെ ഹിൽസൊക്കെ ഒരു ഫണലിൻ്റെ ഷേപ്പായിരിക്കും ഇരിക്കുന്നത്. ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഹിൽസാണ് എന്ന് ഇവിടെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കൂടെ നിങ്ങൾ ഇത് മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ മൗണ്ടൻ സിസ്റ്റം, അതായത് ഹിമാലയൻ മൗണ്ടൻ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാപ്പ് ചെയ്ത് ഇത്രയും സ്ഥലങ്ങൾ ഹിമാലയൻ മൗണ്ടൻസിൽ പഠിച്ചാൽ മതി. ഇനി താഴെ പെനിൻസുലർ മൗണ്ടൻ സിസ്റ്റം വേറെ ഉണ്ട്, റിവർ സിസ്റ്റം ഉണ്ട്, ബാക്കിയുള്ള പ്ലെയിൻസ് ഉണ്ട്, പ്ലാറ്റ്യൂസ് റീജിയൻസ് ഉണ്ട്, അതൊക്കെ കുറേ ഉണ്ട് മാപ്പിന്. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കുക. പിന്നെ നമുക്ക് അവസാനം റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ സമയം കിട്ടുകയാണെങ്കിൽ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് നോക്കിയതാണ് ഹിമാലയയുടെ ആ ഒരു ഏരിയ. ഓക്കെ, ഇവിടെയുള്ള മുകളിലുള്ള ട്രാൻസ് ഹിമാലയസിൻ്റെ അവിടെയുള്ള കാരക്കോറം, ലഡാക്ക്, സസ്കാർ, പിന്നെ താഴെയുള്ള അടുത്ത് ഗ്രേറ്റ് ഹിമാലയാസിൻ്റെ ഒരു 2400 കിലോമീറ്റർ, പിന്നെ താഴെയുള്ള മിഡിൽ ഹിമാലയസ്, പീർ പാഞ്ചൽ, ധോളാധാർ, അങ്ങനെ നോക്കി. പിന്നെ ശിവാലിക്കിൻ്റെ തന്നെ ഓരോ ഡിവിഷൻസും അവസാനം പൂർവാഞ്ചൽ മൗണ്ടൻസിലുള്ള എല്ലാ മൗണ്ടൻസും നമ്മൾ നോക്കിയാണ് നിർത്തിയത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള, അതായത് ഈ സൗത്ത് ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയുടെ താഴെയുള്ള പോർഷൻസ് ആണ് ബേസിക്കായിട്ട് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്, പിന്നെ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ കുറച്ച് പോർഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അവസാനം നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൗണ്ടൻ നമുക്ക് പറയാനുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സൗത്തിലോട്ട് പോകാം, അല്ലെങ്കിൽ താഴോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് മൗണ്ടൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആരവല്ലിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൗണ്ടൻ നമുക്കറിയാം ആരവല്ലി. അത് ഏതൊക്കെ ഫസ്റ്റ് മനസ്സിലാക്കാനുള്ള, ആരവല്ലി പഠിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ഏതൊക്കെ സ്റ്റേറ്റുകൾ അത് കവർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ബേസിക്കായിട്ട് ഇത് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4 സ്റ്റേറ്റുകളാണ്: ഹരിയാന, ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ. ഈ 4 സ്റ്റേറ്റുകളിലായിട്ടാണ് ആരവല്ലി ഉള്ളതെന്ന് മനസ്സിലാക്കുക. ഇത് വളരെ പഴയ ഒരു മൗണ്ടൻ ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള മൗണ്ടനാണ്. പ്രീ ക്യാംബ്രിയൻ പീരീഡിലുള്ളതാണ്. ക്യാംബ്രിയൻ എന്താണ്, പ്രീ ക്യാംബ്രിയൻ എന്താണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ അല്ലെങ്കിൽ എർത്തിൻ്റെ ഒരു ജിയോളജിക്കൽ ടൈം ഹിസ്റ്ററി നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എൻ്റെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഓൾറെഡി ജോഗ്രഫിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടുനോക്കാം. ക്യാംബ്രിയൻ എന്താണ്, പ്രീ ക്യാംബ്രിയൻ എന്താണ്, ഓർഡോവീസിയൻ, സിലൂവിയൻ, ഡെവോണിയൻ, അങ്ങനെയുള്ള പീരീഡുകൾ, ഇറകൾ, എപ്പോക്ക് എന്താണ്, ഇയോൺ എന്താണ്, അങ്ങനെയുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക.
അപ്പോഴന്നെ നമുക്ക് പഴയ ഇന്ത്യയുടെ 4.54 ബില്യൺ ഇയേഴ്സ് അഗോ തൊട്ടുള്ള ഹിസ്റ്ററി മനസ്സിലാവും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഏറ്റവും മുമ്പുള്ള പീരീഡാണ് പ്രീ ക്യാംബ്രിയനുള്ള ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള പീരീഡ്. അപ്പോൾ അപ്പോഴേ ഉണ്ടായിരുന്നതാണ് നമ്മുടെ എന്താണ് ഈ ഒരു ആരവല്ലി ഹിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് റെസിഡ്യൂവൽ മൗണ്ടനാണ്. റെസിഡ്യൂവൽ മൗണ്ടൻ എന്ന് പറയുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ഇറോഷൻ ആക്ടിവിറ്റി ഒക്കെ നടന്ന ഒരു മൗണ്ടനാണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് മൗണ്ടനാണ്, ഓൾഡ് ഫോൾഡ് മൗണ്ടൻ. കാരണം ഫോൾഡ് മൗണ്ടനാണ്, ഫോൾഡിങ് നടന്ന് 2 പ്ലേറ്റ് തട്ടുമ്പോൾ ആ പ്ലേറ്റുകൾ തട്ടൽ കാരണം മടങ്ങി ഫോൾഡിങ് നടന്നുണ്ടാകുന്ന മൗണ്ടൻസിനാണ് ഫോൾഡ് മൗണ്ടൻസ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഹിമാലയാസ് പക്ഷേ ഇത്ര ഓൾഡ് അല്ല, നമുക്കറിയാം അത് യങ് ഫോൾഡ് മൗണ്ടൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഓൾഡ് ഫോൾഡ് മൗണ്ടനാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റും ഗ്രീസും കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഗ്രാനൈറ്റും ഗ്രീസും കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 840 കിലോമീറ്റർ ആണ്. അഹമ്മദാബാദ് മുതൽ ഡൽഹി വരെ ഇതിൻ്റെ പോർഷനുണ്ട്. അതുപോലെ തന്നെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കോണ്ടിനെൻ്റ് ആണ് ഗോഡ്വാന ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അവിടെ ഉണ്ടായിരുന്ന സീ ആണ് തെതിസ് സീ. ഓക്കെ, അപ്പോൾ ആ തെതിസ് സീയുടെയൊക്കെ ഭാഗമായിട്ടിരുന്നൊരു പോർഷനാണ് ആരവല്ലി. അപ്പോഴേ അതിനായിട്ട് സമ്മർജ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ, ഇവിടെയുള്ള ഏരിയയിലുള്ള കുറേ സ്ഥലങ്ങൾ സമ്മർജ്ഡ് പോർഷനാണ്. തെതിസ് സീയിനകത്ത് മുങ്ങിക്കിടന്ന ഏരിയാസാണ്. ഓക്കെ, പക്ഷേ താഴെയുള്ള പെനിൻസുലാറിലുള്ള ഏരിയാസ് ഒന്നും അങ്ങനെയല്ല. ആ തെതിസ് സീയിൽ ഉണ്ടായിരുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇതൊന്ന് നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു ആരവല്ലിയുടെ ഏറ്റവും വലിയ പീക്ക്, ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ ഗുരു ശിഖറാണ്. ഗുരു ശിഖർ അല്ലെങ്കിൽ മൗണ്ട് അബു എന്നും പറയാറുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത് ഗുരു ശിഖറിലുള്ള ഒരു ടൂറിസ്റ്റ് ഹിൽ സ്റ്റേഷൻ പോലത്തെ ഒരു ഏരിയയാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. ഓക്കെ, ഗുരു ശിഖർ എന്നും ഓർത്താലും മതി, അല്ലെങ്കിൽ മൗണ്ട് അബു എന്ന് ഓർത്താലും കുഴപ്പമില്ല. പക്ഷേ ഓപ്ഷനിൽ ഗുരു ശിഖറാണ് കുറച്ചുകൂടെ പ്രോപ്പർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഗുരു ശിഖറാണ്. പിന്നെ ഇവിടെ അല്ലെങ്കിൽ ഗുരു ശിഖറിനെ അല്ലെങ്കിൽ മൗണ്ട് അബുവിനെ വിളിക്കുന്ന പേരുകളുണ്ട്. മൗണ്ട് അബു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. രാജസ്ഥാനിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷിംല ഓഫ് രാജസ്ഥാൻ എന്നാണ് മൗണ്ട് അബുവിനെ വിളിക്കുന്നത്. അവിടെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേക്ക് നക്കി ലേക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിൽവാര ജെയിൻ ടെമ്പിൾ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി. ഇവിടെ മൗണ്ട് അബു ഹിൽ സ്റ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത്. അത് തന്നെയാണ് ഹയസ്റ്റ് പീക്ക്. 1722 മീറ്ററാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ മൗണ്ട് അബു അഥവാ ഗുരു ശിഖർ എന്ന് പറയുന്നത് ആണ് അവിടുത്തെ പീക്ക്. 1722 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയെടുത്തൊക്കെ പീക്കുകൾ തന്നെ 8000 വരെ അല്ലെ 8 കിലോമീറ്റർ ഹൈറ്റാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ 1000 ഉള്ളൂ. കാരണം എന്താണ്, ഇവിടെ ഇതെല്ലാം ഇറോഷൻ കാരണം ഇത് ഓൾഡ് ഫോൾഡ് ആയി കഴിഞ്ഞു, അല്ലെങ്കിൽ റെസിഡ്യൂവൽ മൗണ്ടൻ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടുത്തെ ഹൈറ്റ് കുറവെന്ന് പറയുന്നത്. ഓക്കെ, താഴെയുള്ളത് അങ്ങനെയാണ്. താഴെയുള്ളത് ആൻഷ്യൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെനിൻസുലാറിലുള്ള മൗണ്ടൻസ് ആൻഷ്യൻ്റ് ആണ്, കുറച്ചുകൂടെ പഴയ മൗണ്ടൻസ് ആണ്. ഇറോഷൻ ആക്ടിവിറ്റി വളരെ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൈറ്റ് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു ഇവിടെയുള്ള യങ് മൗണ്ട്. ഇതെല്ലാം യങ്ങാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് നോക്കി, ഹിമാലയ നോക്കി. അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിന്ധ്യാസ് അഥവാ വിന്ധ്യാചൽ റേഞ്ചസ്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെയും പിന്നെ നോർത്ത് ഇന്ത്യയുടെയും സൗത്ത് ഇന്ത്യയുടെ ഒരു ബൗണ്ടറി, ഫിസിക്കൽ ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വിന്ധ്യാസാണ്. ഓക്കെ, അപ്പോൾ വിന്ധ്യാസിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയിട്ടുള്ള നോക്കാം. വിന്ധ്യാസ് നോക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അത് ലൈം സ്റ്റോൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സിമെൻറ്റ് ഇൻഡസ്ട്രിക്ക് വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നമ്മുടെ വിന്ധ്യാചൽ മൗണ്ടൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിന്ധ്യാസ് എന്ന് പറയുന്നത്. പിന്നെ അതൊരു ബ്ലോക്ക് മൗണ്ടനാണ്. അപ്പോൾ ബ്ലോക്ക് മൗണ്ടൻ എന്താണെന്ന് കറക്റ്റ് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതായത് ഇപ്പോൾ ഇതാണ് ഒരു പ്ലേറ്റ് എന്നുണ്ടെങ്കിൽ ഫോൾട്ട് വന്ന് അല്ലെങ്കിൽ പൊട്ടലുകൾ വന്നിട്ട് ഒരു പ്ലേറ്റ് മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യും. ഇവിടെ 2 പ്ലേറ്റ് മുകളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ അപ്ലിഫ്റ്റഡ് പോർഷൻ നമ്മൾ ഹോസ്റ്റ് എന്നും താഴ്ന്ന പോർഷൻ നമ്മൾ ഗ്രാബഡ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഫോർമേഷനെയാണ് നമ്മൾ ബ്ലോക്ക് മൗണ്ടൻ എന്ന് പറയുന്നത്. ഓക്കെ, 2 പൊങ്ങിയൊരു വശം 2 സൈഡിലായിട്ട് ഒരു പൊങ്ങും, പിന്നെ ഒരു താഴ്ന്ന ഭാഗവും കാണും. ഓക്കെ, അങ്ങനെ നിങ്ങൾ സങ്കല്പിക്കുക. അതിൽ ഈ ഒരു പോർഷനാണ് വിന്ധ്യാസ് എന്ന് സങ്കല്പിക്കുക. ഓക്കെ, പിന്നെ അതിൻ്റെ താഴെയുള്ള പോർഷൻ ഇത് സത്പുര എന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇത് വിന്ധ്യാസ് സത്പുരാസ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷൻ താഴ്ന്ന പോർഷൻ, അതിൻ്റെ അവിടെ കൂടെ നദികൾ ഒഴുകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒഴുകുന്ന ഒരു നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്, നർമ്മദ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൂടെയും ഒരു ചെറിയൊരു താഴ്ന്ന പ്രദേശമുണ്ട്, അവിടെ കൂടെ ഒഴുകുന്ന നദിയാണ് താപ്പി അഥവാ താപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആ ഒരു ബേസിക് കോൺസെപ്റ്റ് നിങ്ങൾ ഈ ഒരു വിന്ധ്യാസ് സത്പുര ബേസ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അതൊരു ബ്ലോക്ക് മൗണ്ടനാണ് വിന്ധ്യാസ്. സത്പുരയും അപ്പം ബേസിക്കലി എന്തായിരിക്കും, ബ്ലോക്ക് മൗണ്ടൻ തന്നെയായിരിക്കും. അതുപോലെ തന്നെ അത് ജാർഖണ്ഡ് മുതൽ ഗുജറാത്ത് വരെയാണ്, അല്ലെങ്കിൽ ഗുജറാത്ത് മുതൽ ജാർഖണ്ഡ് വരെയാണ് ആ വിന്ധ്യാസ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് എന്നുള്ളൊരു ബേസിക് ഐഡിയ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് വിന്ധ്യാസുമായിട്ട് ബേസ് ചെയ്തിട്ട് പറയാനുള്ള. അടുത്ത് പറയാനുള്ള വിന്ധ്യാസിൻ്റെ 2 എക്സ്റ്റൻഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇത് വിന്ധ്യാസാണ്. വിന്ധ്യാസ് ഈസ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോർഷൻസ് ഉണ്ട്. ഒന്നിതും. ഓക്കെ, ആദ്യത്തെ താഴത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന പോർഷനാണ് രാജ്മഹൽ ഹിൽസ്. ഓക്കെ, രാജ്മഹൽ ഹിൽസ് ജാർഖണ്ഡാണ്, അതിൻ്റെ ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ തന്നെയാണ്. അതും ഒരു
അവിടെ അതിൻ്റെ അകത്ത് ഈ രാജമല ഹിൽസിൻ്റെ അകത്തൊരു ആൻഷ്യൻ്റ് ആയിട്ടുള്ള വൾക്കാനിക് റീജിയൻ ഉണ്ട്. അതിനെ സന്താൽ പർഗന എന്നാണ് പറയുന്നത്. ഓക്കെ, സന്താൽ പർഗന എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. സന്താൽ റബല്യനുമായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടേം സന്താൽ പർഗനെ കണക്ട് ചെയ്യാം. അത് മോഡേൺ ഇന്ത്യയിലാണ് സന്താൽ റബല്യനൊക്കെ. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ് സന്താൽ പർഗനയിലുള്ള മോസ്റ്റ് ആൻഷ്യൻ്റ് വൾക്കാനിക് റീജിയനൊക്കെ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. രാജ്മഹൽ ഹിൽസ് ജാർഖണ്ഡിലാണ്. ഓക്കെ, അടുത്ത അതിൻ്റെ കുറച്ചുകൂടെ മുകളിലോട്ടുള്ള ഒരു ഈസ്റ്റേൺ എക്സ്റ്റൻഷനാണ് കൈമൂർ ഹിൽസ് എന്ന് പറയുന്നത്. അത് സൗത്ത് വെസ്റ്റ് ബീഹാറിലാണുള്ള. അവിടുത്തെ ഏരിയ വിളിക്കുന്ന കൈമൂർ അഥവാ റോഹ്താസ് ഏരിയ എന്നാണ് അവിടെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ബേസിക് ആയിട്ട് അതിനെക്കുറിച്ച് അവിടെ മനസ്സിലാക്കിയിരിക്കുക. ഇതാണ് ബേസിക് ആയിട്ടുള്ള വ്യത്യാസം. അതിന് 2 ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് തലയിൽ വന്നോളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അടുത്ത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇനിയുള്ള പോയിന്റ് ബേസിക്കായിട്ട് ഞാൻ പറഞ്ഞു സത്പുരയുടെ പോയിന്റ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സത്പുര എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ താഴെയുള്ള രണ്ടാമത്തെ ബ്ലോക്ക് ഫാക്ടറാണ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഒരു ബ്ലോക്ക് മൗണ്ടൻസ് ഫോർമേഷൻ സാധാരണ 2 ബ്ലോക്കായിട്ട് മുകളിലേക്ക് പോകും. പിന്നെ താഴെ ഒരു ഡൗൺ ആയിട്ടുള്ള ഒരു ഏരിയയും കാണും. ആ ഡൗൺ ഏരിയയാണ് ഞാൻ പറഞ്ഞു നർമ്മദ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ ഒരു ഏരിയയാണ് സത്പുര എന്ന് പറയുന്നത്. സത്പുര എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് സ്പ്ലിറ്റ് ആയിട്ട് അടിക്കി കിടക്കണം. സ്പ്ലിറ്റ് ആയിട്ട് കിടക്കുന്നെങ്കിലും ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ മെയിനായിട്ട് സത്പുര എന്ന് പറയുന്ന ഇത് തന്നെ പേരിൽ വേറെ പറയുമെങ്കിലും ഇത് സത്പുരയുടെ തന്നെ എക്സ്റ്റൻഷൻ തന്നെയാണ്. ഈ മഹാദേവ ഹിൽസ്, മൈക്കാൾ റേഞ്ചൊക്കെ സത്പുരയുടെ തന്നെ എക്സ്റ്റൻഷനാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സത്പുരയുടെ ബേസിക് ആയിട്ടുള്ള നോക്കാം. സത്പുരയും ബ്ലോക്ക് മൗണ്ടനാണ് നമുക്കറിയാം. സത്പുരയുടെ ഹയസ്റ്റ് പീക്ക് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പക്ഷേ മഹാദേവ റേഞ്ചിലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതായത് ലൊക്കേഷൻ വരികയാണെങ്കിൽ ഫസ്റ്റ് സത്പുര, രണ്ടാമത് മഹാദേവ്, മൂന്നാമത് മൈക്കാൾ. അതിൽ രണ്ടാമത്തെ മഹാദേവയിലാണ് ഹയസ്റ്റ് പീക്ക് ഉള്ളതെന്ന് മനസ്സിലാക്കുക. മൈക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് 3 കൂടെ ചേർത്ത് നമുക്ക് സത്പുര എന്ന് വിളിക്കാം. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി പറയുമ്പോൾ അതിനെ 3 ആയിട്ട് പറയുമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ തന്നെ ഹയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ ധൂപ്ഗർഹ് എന്ന് പറയുന്നതാണ്. 1350 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് പശ്ചിമാദി മധ്യപ്രദേശിലാണ് പറയുന്നത്. ഇതിനെ ക്യൂൻ ഓഫ് സത്പുര എന്ന് അവർ വിളിക്കാറുണ്ട്. ക്യൂൻ ഓഫ് സത്പുര അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രോപ്പറായിട്ട് സത്പുരയാണ്. അതിൻ്റെ അകത്ത് തന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാദേവ റേഞ്ചിലാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് മൈക്കാൾ. അതിൻ്റെ അടുത്തുള്ളതാണ് മൈക്കാൾ എന്ന് പറഞ്ഞാൽ മൈക്കാളാണ് സെക്കൻഡ് ഹയസ്റ്റ് ഹില്ലുള്ളത്, സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഉള്ളത്. അമർകണ്ടക് ഹിൽസിലാണ്. മൈക്കാളിലുള്ള അമർകണ്ടക് ഹിൽസിൻ്റെ അകത്താണ് സെക്കൻഡ് ഹയസ്റ്റ് ആയിട്ടുള്ള പീക്കുള്ളത്. അമർകണ്ടക് ഹിൽസിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് 3 നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് സോൺ റിവർ, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള സോൺ റിവർ. രണ്ടാമത്തെ നർമ്മദ നദി. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ഏതാണ്? മഹാനദി. ഇങ്ങനെ 3 നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഈ മൈക്കാൾ ഹിൽസിലുള്ള അമർകണ്ടക് ഹിൽസ് എന്നും ബേസിക്കായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ബേസ് ചെയ്തിട്ട് സത്പുരയെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കാനുള്ള. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മനസ്സിലാക്കുക എന്താണ്? നർമ്മദ നദി ഇതിൻ്റെ ഇവിടെ കൂടെ റിഫ്റ്റ് വാലി ആയിട്ട് ഒഴുകും എന്നുള്ള. റിഫ്റ്റ് വാലി എന്നാണ് പറയുന്നത്. ഇപ്പം ഈ താഴ്ന്ന പോർഷനിൽ ഉണ്ടാകുന്ന നദിയെ നമ്മൾ റിഫ്റ്റ് വാലി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 റിഫ്റ്റ് വാലിയാണ് ഉള്ളത്. ഒന്ന് നർമ്മദയും പിന്നെ ഒന്ന് താപ്പി. ഓക്കെ, ഇത് 2 റിഫ്റ്റ് വാലികളാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക്കായിട്ട് ഇവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വിന്ധ്യാസ് നോക്കി, സത്പുര നോക്കി. അടുത്ത് നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് വെസ്റ്റേൺ ഗാട്സ്. ഓക്കെ, അടുത്ത് വെസ്റ്റേൺ ഗാട്സ് ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫാക്റ്റും കൂടെ നിങ്ങൾ ആരവല്ലിയും കൂടെ ബന്ധപ്പെടുത്തി മനസ്സിലാക്കുക. ആരവല്ലിയുടെ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സൗത്ത് എക്സ്റ്റൻഷനാണ് ലക്ഷദ്വീപ് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ആരവല്ലി പിന്നെ താഴോട്ട് പോകുമ്പോൾ അത് താഴ്ന്നു പോയിൻ്റെ ഹൈറ്റ്. പിന്നെ അടുത്ത് സമ്മർ ചെയ്യുന്ന പോർഷൻ ഉണ്ട് താഴെ, അതാണ് ലക്ഷദ്വീപ് എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കുക. കാരണം സെയിം മെറ്റീരിയൽസ് ആണ് രണ്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും ലക്ഷദ്വീപ് ഒരു ആരവല്ലിയിലാണ് സൗത്ത് എക്സ്റ്റൻഷൻ ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത് നമുക്ക് വെസ്റ്റേൺ ഗാട്സ് നോക്കാം. വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയുന്നത് ഇവിടെ ദമൻ തൊട്ട് തുടങ്ങും. ദമൻ തൊട്ട് കന്യാകുമാരി വരെയാണ് ഈ ഒരു വെസ്റ്റേൺ ഗാട്സിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലോക്ക് മൗണ്ടൻ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു റെസിഡ്യൂവൽ മൗണ്ടൻ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെയും ഇറോഷൻ കുറേ നടന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒരെണ്ണമാണ് ഇതെന്ന് മനസ്സിലാക്കുക. യുനെസ്കോ ഇഷ്ടംപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകൾക്ക് വേൾഡ് ഹെറിറ്റേജ് പദവി കൊടുക്കാറുണ്ട്. കാരണം അവരുടെ യുണീക്ക് ആയിട്ടുള്ള നേച്ചറും പിന്നെ അവിടെയുള്ള പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്പീഷീസിനെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട്. ഓക്കെ, അങ്ങനെ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് വെസ്റ്റേൺ ഗാട്സ് എന്ന് മനസ്സിലാക്കാം. വെസ്റ്റേൺ ഗാട്സിനെ തന്നെ നമുക്ക് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് തുടക്കം ദമൻ മുതൽ ഗോവ വരെയുള്ള ഫസ്റ്റ് പോർഷൻ, ദമൻ ടു ഗോവ. ഓക്കെ, അത് മാക്സിമം പാർട്ടോടെ മഹാരാഷ്ട്രയിൽ വരും. അപ്പോൾ ആ പോർഷൻ നമുക്ക് സഹ്യാദ്രി എന്ന് വിളിക്കാം. രണ്ടാമത്തെ കേരള, കർണാടക, തമിഴ്നാട് പറഞ്ഞ ഒരു പോർഷൻ നീൽഗിരി എന്ന് വിളിക്കാം, നീൽഗിരി ഹിൽസ്. പിന്നെ അതിൻ്റെ താഴെ പളനി ഹിൽസ് ഉണ്ട്, തമിഴ്നാട് കൂടുതൽ വരുന്ന. പിന്നെ അതിൻ്റെ താഴെ അന്നമലൈ ഹിൽസ്, അത് തമിഴ്നാട് കേരളവും കൂടെ വന്ന ഒരു പോർഷൻ. പിന്നെ അതിൻ്റെ താഴെ കാർഡമം ഹിൽസ്, അവിടെ കേരളവും തമിഴ്നാടും കൂടെ ചേർന്നു. അങ്ങനെ 5 പാർട്ടായിട്ടാണ് ഇത് ബേസിക്കായിട്ട് ഡിവൈഡ് ആകുന്നത്. ഓക്കെ, 5 പാർട്ട്. അപ്പോൾ വെസ്റ്റേൺ ഗാട്സിൻ്റെ 5 ഡിവിഷൻ കറക്റ്റായിട്ട് പഠിക്കുക. ഫസ്റ്റത്തത്
ദമൻ ടു ഗോവ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഓരോ പോർഷനും. ഇത് ദമൻ മുതൽ ഈ ഗോവ വരെയുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത് ബി എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഓക്കെ, ബി പോർഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടാണ് എന്ത് പറയുന്നത് നമ്മൾ നീൽഗിരി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത തേർഡ് പളനി, അന്നമലൈ, കാർഡമം. അത് മൂന്നും താഴെ കുറച്ചുകൂടെ സൗത്താണ്. ഇതാണ് പളനി, ഇതാണ് അന്നമലൈ, ഇതാണ് കാർഡമം. ഓക്കെ, ഇത് കുറേ കൂടെ താഴെ ആയിരിക്കും. മറ്റേത് കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഇത് കുറച്ച് താഴെയായിട്ട് കിടക്കുന്ന പോർഷനാണ് ബാക്കി മൂന്നാണ്. അപ്പോൾ ഇത്രയും കൂടെ ചേർത്താണ് നമ്മൾ വെസ്റ്റേൺ ഗാട്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഒന്നാണ് സഹ്യാദ്രി. സഹ്യാദ്രി ഞാൻ പറഞ്ഞു ദമൻ ടു ഗോവയാണ് ഇതിൻ്റെ ഉള്ളത്. മാക്സിമം പോർഷൻ ഇവിടെ കവർ ചെയ്യുന്ന മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, മഹാരാഷ്ട്രയിലാണ് കവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിൽ നോക്കാം. ഈ ഒരു സഹ്യാദ്രി ഹിൽസിലെ ഹയസ്റ്റ് പീക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ കാൽസുബൈ. കാൽസുബൈ എന്ന് പറയുമ്പോൾ മഹാരാഷ്ട്രയിലാണ്. അവിടുത്തെ 1646 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ 2 പാസ്. ഓക്കെ, നമ്മൾ നേരെ കുറേ പാസ് മുകളിൽ നോക്കി, കാരക്കോരം പാസ്, അതേപോലത്തെ പാസസിനെ നോക്കി. നമുക്ക് ഈസി ഫ്ലോ അല്ലെങ്കിൽ നമുക്ക് 2 മൗണ്ടൻസിൻ്റെ അപ്പുറം ഇപ്പുറം പോകാൻ എളുപ്പമായിട്ടുള്ള 2 മാർഗ്ഗങ്ങളാണ് പാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് എന്താണ് കാരണം? എന്ത് ചെയ്യും, ആ നദികൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മുറിച്ച് കിടക്കും. അവിടെ കൂടെ ഒഴുകുന്ന നദികളായിരിക്കും കൂടുതലും മുറിച്ച് കിടക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പം പോകാൻ പറ്റും. അങ്ങനെ 2 പാസ് ഇവിടെ മഹാരാഷ്ട്രയിലുണ്ട്. അതായത് സഹ്യാദ്രി ഹിൽസ് ഉണ്ട്. അതിൽ ഒന്ന് താൽഘാട്ടും ഒന്ന് ബോർഘാട്ടും. താൽഘാട്ട് ബോർഘാട്ട് അങ്ങനെ 2 പാസ്സാണ് ബേസിക്കലി എവിടെ ഉള്ളത്, ഈ ഒരു മഹാരാഷ്ട്രയിലുള്ള. താൽഘാട്ട് എന്ന് പറഞ്ഞാൽ മുംബൈ നാസിക്കും, ബോർഘാട്ട് എന്ന് പറഞ്ഞാൽ മുംബൈ പൂനെ. ഇങ്ങനെ 2 പാസുകളും എവിടെയുണ്ട്, നമ്മുടെ സഹ്യാദ്രിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അതാണ് ഇവിടെയുള്ള ഫസ്റ്റ്. രണ്ടാമത്തെ തന്നെ നീൽഗിരി ഹിൽസാണ്. നീൽഗിരി കേരള, കർണാടക, തമിഴ്നാട്. ഇത് 3 എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഷോല വനങ്ങളുണ്ട്. ഷോല ഫോറസ്റ്റ്. ഷോല ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, ട്രോപ്പിക്കൽ ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ മുകളിൽ തണുത്തൊരു ക്ലൈമറ്റാണ് ടെമ്പറേറ്റ് ക്ലൈമറ്റ്. അപ്പോൾ 2 കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ഷോല ഫോറസ്റ്റിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ മൗണ്ടെയിൻ എന്ന് പറയുന്ന എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. നീലഗിരിയെ വിളിക്കാറുള്ള ബ്ലൂ മൗണ്ടെയിൻ, നീലഗിരി, നീലപർവ്വതം. ബ്ലൂ മൗണ്ടെയിൻ എന്ന് വിളിക്കാൻ കാരണം നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്നത് കൊണ്ടാണ് ഇവിടെ നീലഗിരിയെ ബ്ലൂ മൗണ്ടെയിൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഹയസ്റ്റ് പീക്ക് എന്ന് പറഞ്ഞാൽ ഡോഡാബെട്ടയാണ്. ഡോഡാബെട്ട എന്ന് പറയുന്നത് നീലഗിരിയിലെ ഹയസ്റ്റ് പീക്ക്. നമ്മൾ സഹ്യാദ്രിയിലെ ഹയസ്റ്റ് പീക്ക് കാൽസുബൈ നോക്കി, ആരാവലിയിലെ ഹയസ്റ്റ് പീക്ക് നമ്മൾ ഗുരുശിഖർ അല്ലെങ്കിൽ മൗണ്ട് അബു എന്ന് നോക്കി. അപ്പോൾ ഓരോരുത്തരും ഹയസ്റ്റ് പീക്ക് ഏതെന്ന് കൂടെ മനസ്സിലാക്കാം. നമ്മൾ പിന്നീട് റിവിഷനായിട്ട് വേണമെങ്കിൽ അത് മാത്രം പീക്കുകൾ മാത്രമേ നോക്കാം. എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഏതൊക്കെയാണ് ഹയസ്റ്റ് പീക്ക്. അല്ലെങ്കിൽ സത്പുരയിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ് ആലോചിച്ച് നോക്കാം. ധൂപ്ഗർഗ് എവിടെയാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ വിന്ധ്യാസിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്. അങ്ങനെ ഓരോന്നായിട്ട് ആലോചിച്ച് നിങ്ങൾ എൻ്റെ ആക്റ്റീവ് റീകോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ ദോദബെട്ടയാണ് ഹയസ്റ്റ് പീക്ക്. പക്ഷേ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് പീക്കാണ്. ഫസ്റ്റ് ഹയസ്റ്റ് പീക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ ആനമലൈ ഹിൽസിലാണ്. ആനമുടി പീക്കാണ് ഹയസ്റ്റ് പീക്ക്. അത് 2695 മീറ്ററാണ്. അതാണ് ഹയസ്റ്റ് പീക്ക്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ബേസിക്കായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ നീലഗിരി ഹിൽസിൻ്റെ വേറെ ഇമ്പോർട്ടൻറ്റ് ഊട്ടിയുള്ള എവിടെയെന്ന് വെച്ചാൽ നീലഗിരി ഹിൽസിലാണ്. ഓക്കെ, ഊട്ടി നീലഗിരി ഹിൽസിലാണ്. പിന്നെ അതുപോലെ ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് ഉള്ളത് നീലഗിരിയിലാണ്. ഓക്കെ, ഫസ്റ്റ് ബയോസ്ഫിയർ റിസർവ് എവിടെയാണെന്ന് തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നീലഗിരിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ചായയുടെ പെർ ഹെക്ടർ, ഓരോ ഹെക്ടറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പെർ ഹെക്ടർ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതലുള്ള ഏരിയ നീലഗിരിയിലാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ ഒരു ഫാക്റ്റും കൂടെ ബേസ് ചെയ്ത് പഠിക്കാനുണ്ട്. ടോഡ ട്രൈബ്. ടോഡ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ള ട്രൈബാണ്. അവരുള്ള സ്ഥലമാണ് നീലഗിരി എന്നുള്ളത്. ടോഡ ട്രൈബിൻ്റെ പ്രത്യേകത അവർ പോളി ആൻഡ്രസ് ആയിട്ടുള്ള സൊസൈറ്റിയാണ്. പോളി ആൻഡ്രസ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് കുറേ പുരുഷന്മാർ വരുന്ന ഒരു സിസ്റ്റമാണ് പോളി ആൻഡ്രി എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലത്തെ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു ട്രൈബാണ് ടോഡ ട്രൈബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ബേസിക്കായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത് നീലഗിരി പഠിച്ചു. അടുത്ത് പളനി ഹിൽസ്. പളനി ഹിൽസ് എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലുമായിട്ട് ബന്ധപ്പെട്ട് ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതിൻ്റെ മാക്സിമം പോർഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണെന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ അതിൽ. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ എവിടെയാണ്, അന്നമലൈ ഹിൽസ്. ബേസിക്കായിട്ട് ഇത്രയും മനസ്സിലാക്കിയത്. കേരളയും തമിഴ്നാടുമാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. അവിടെയാണ് ഹയസ്റ്റ് പീക്കായിട്ട്, സൗത്ത് ഇന്ത്യയിലാണ് ഹയസ്റ്റ് പീക്കായിട്ടുള്ള ആനമുടി ഉള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ അവസാനം കാർഡമം ഹിൽസ്. കേരളവും തമിഴ്നാടും ചേർന്നാണ് കിടക്കുന്നത്. ഇവിടെ കാർഡമം അല്ലെങ്കിൽ ഏലക്കയുടെ പ്രൊഡക്ഷനാണ് കൂടുതലുള്ളത്. ഇത് കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ ഈ ഏലക്കയുടെ ചെറിയ വെറൈറ്റി ഏലക്കയാണ് കൂടുതലുള്ളത്. ഓക്കെ, ഏലക്കയുടെ ചെറിയ വെറൈറ്റി. പിന്നെ ബാക്കി സ്പൈസസിൻ്റെ പ്രൊഡക്ഷനും ഉണ്ട്. പിന്നെ വലിയ വെറൈറ്റി ഒരു ഏലക്കയുണ്ട്, അതിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലുണ്ട്. അത് സിക്കിമിലാണ് കൂടുതലുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വെസ്റ്റേൺ ഗാട്സുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റുകൾ. അടുത്ത് ഈസ്റ്റേൺ ഗാട്സ് ആണ് വരുന്നത്. ഈസ്റ്റേൺ ഗാട്സിൽ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പീക്കുകൾ. ഓക്കെ, അത് കുറച്ചുകൂടെ എന്താണ്, ഈ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കണ്ടിന്യൂസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് 1-2 ഗ്യാപ്പുകൾ വരും. അവിടെയാണ് ഈ പാസസും റിവേഴ്സും ഒക്കെ വരുന്നത്. അല്ലാതെയുള്ള ബാക്കി പോർഷൻസ് ഒക്കെ എല്ലാം കണ്ടിന്യൂസ് ആണ്.
ഓക്കെ, പക്ഷേ ഈസ്റ്റേൺ ഗാട്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിസ്കണ്ടിന്യൂസ് ആണ്, ഇഷ്ടം പോലെ സ്പ്ലിറ്റ് ആയാണ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ പേരുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള നോക്കേണ്ടി വരും. പിന്നെ ബേസിക് ആയിട്ടല്ല ഈസ്റ്റേൺ ഗാട്സിന് നമ്മൾ ജനറലായിട്ട് പറയണത് അത് സുന്ദർബാൻ തൊട്ട് നീൽഗിരി വരെ സ്പ്രെഡ് ചെയ്യും. നീൽഗിരി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ വെസ്റ്റേൺ ഗാട്സിൽ പഠിച്ച പോയിന്റാണ്. ഈ സുന്ദർബാൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിലുള്ള മാൻഗ്രൂവ്സ് ആണ് സുന്ദർബാൻ എന്ന് പറഞ്ഞാൽ. സുന്ദർബാൻ ഡെൽറ്റയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ആ വെസ്റ്റേൺ ഗാട്സിലുള്ള സുന്ദർബാൻ മുതൽ നീൽഗിരി വരെയാണ് ഈ ഒരു ഈസ്റ്റേൺ ഗാട്സിൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അടുത്ത് മനസ്സിലാക്കിയിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നീൽഗിരിയാണ് ഈസ്റ്റേൺ ഗാട്സും വെസ്റ്റേൺ ഗാട്സും ചേരുന്ന ഏരിയയാണ് നീൽഗിരി എന്ന് പറയുന്നത്. ഇനി ഈസ്റ്റേൺ ഗാട്സിലെ ഹയസ്റ്റ് പീക്ക് ഏതാണ്? അത് ആർമൻകോണ്ടയാണ് വെസ്റ്റേൺ ഗാട്സിലെ ഈസ്റ്റേൺ ഗാട്സിലെ ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത്. അത് എവിടെയാണെന്ന് വെച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. 1680 മീറ്ററാണ് ആർമകൊണ്ട പീക്ക് ഉള്ളത്. അത് വിശാഖപട്ടണം പീക്കും എന്ന് ഇതിനറിയപ്പെടും. ഇത് ആന്ധ്രാപ്രദേശിലാണ്. അടുത്ത സെക്കൻഡ് ഹയസ്റ്റ് പീക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് മഹേന്ദ്രഗിരിയാണ് എന്ന് മനസ്സിലാക്കുക. മഹേന്ദ്രഗിരി ഒഡീഷയിലാണ്. ഓക്കെ, ഇത്രയാണ് ഇവിടെ ബേസിക്കലി നിങ്ങൾ ജനറലായിട്ട് ഈസ്റ്റേൺ ഗാട്സുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കേണ്ട. ഇനി ഓരോ ഹിൽസിൻ്റെയും പേര് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. അതായത് ഒഡീഷയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഹിൽസാണ് മലയഗിരി. ഓക്കെ, ഒഡീഷയിലുള്ള ഇമ്പോർട്ടൻറ്റ് ഹില്ലാണ് മലയഗിരി. ആന്ധ്രാപ്രദേശിലെ അടുത്തൊരു ഹില്ലാണ് നല്ലമല ഹിൽസ്. പിന്നെ അടുത്ത് തന്നെ ആന്ധ്രാപ്രദേശിലുള്ള വേറെ 2-3 ഹിൽസ് ഉണ്ട്, പാൽക്കൊണ്ട, വേലിക്കൊണ്ട. ഇതെല്ലാം കംപ്ലീറ്റ്ലി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. പക്ഷേ ശേഷാചലം ഹിൽസ് എന്ന് പറഞ്ഞ ഹിൽസ് ഉണ്ട്, അത് ആന്ധ്രാപ്രദേശും തെലുങ്കാനയായിട്ട് ഷെയർ ചെയ്ത് കിടക്കുന്ന പോർഷനാണ്. ഓക്കെ, അടുത്ത് താഴെ കുറച്ച് ഏരിയയും കൂടെ ഈസ്റ്റേൺ ഗാട്സിൻ്റെ ഏരിയ താഴെയുണ്ട്. അത് നോക്കുക, KLMN എന്ന് എഴുതിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി എവിടെയാണ്? തമിഴ്നാട് വരുന്ന ഏരിയയാണ്. അപ്പോൾ ഞാൻ മാപ്പിൽ കറക്റ്റായിട്ട് തമിഴ്നാട്ടിലോട്ട് ഇങ്ങനെ വിട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഇത് എൻ്റയർലി തമിഴ്നാട് വരുന്ന ഏരിയ. അപ്പോൾ ഇത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അത് K എന്ന് പറഞ്ഞാൽ ജാവടി ഹിൽസ്, പിന്നെ L എന്ന് പറയുമ്പോൾ ശിവറോയ് ഹിൽസ്, M എന്ന് പറഞ്ഞാൽ പച്ച്മാല ഹിൽസ്, N സിരുമലി ഹിൽസ്. അങ്ങനെ 4 ഹിൽസ് തമിഴ്നാട്, കംപ്ലീറ്റ്ലി തമിഴ്നാടായിട്ട് ചേർത്ത് ഈസ്റ്റേൺ ഗാട്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പേര് മാത്രം പഠിച്ചാൽ മതി. പിന്നെ ഏത് സ്റ്റേറ്റ് ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നത്. കാരണം നമ്മൾ ഓൾറെഡി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹില്ലൊക്കെ പഠിച്ചു, അതിൻ്റെ നമ്മളെ പീക്കും പഠിച്ചു. ഇത് ജസ്റ്റ് അവിടെ ഇങ്ങനെ ഈ ഒരു ഏരിയ ഉണ്ട്, അതിനിങ്ങനെ ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് എന്നുള്ള പേര് വെച്ച് പഠിക്കുക. ഓക്കെ, ഇത് ഈസ്റ്റേൺ ഗാട്സിൻ്റെ പാർട്ടാണെന്നും പഠിക്കുക. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചിതറിക്കിടക്കുന്ന 1-2 ഹിൽസും കൂടെ പഠിക്കാം. അത് മഹാരാഷ്ട്രയിലുള്ള ഒരു 3 ഹിൽസ്. ഓക്കെ, ഇവിടെയുള്ള ഈ താപ്പി നദിയുടെ അടുത്ത് കിടക്കുന്ന ഇവിടെ 3 ഹിൽസ് നമ്മളിവിടെ പഠിക്കേണ്ടത്. ഇത് 3 മഹാരാഷ്ട്രയാണ്. ലൊക്കേഷൻ നിങ്ങൾ കണ്ടെന്നിരിക്കുന്നു. ഞാൻ അതിൻ്റെ പേരും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതൊന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സത്മല ഹിൽസ്. 2 P എന്ന് പറയുന്നത് അത് ബാലാഘാട്ട് റേഞ്ച്. Q എന്ന് പറഞ്ഞാൽ രാജ ഹരീഷ് ചന്ദ്ര റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെ 3 കൂടെ മഹാരാഷ്ട്രയിൽ ചിതറി കിടക്കുന്ന 3 ഹിൽസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾ അതിൻ്റെ പേരൊന്ന് പഠിക്കുക. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഏത് സ്റ്റേറ്റുമായിട്ടാണ് ബന്ധപ്പെടുത്തിയെന്നും കൂടെ പഠിച്ചിരുന്നാൽ മതി. ഓക്കെ, ഇത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ലെവലേ ആയിട്ടുള്ള മാപ്പിങ്ങില്ല. ഇനി നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നദി പോകണം. അപ്പോൾ നദി പോകുമ്പോൾ അവിടെ എവിടെയെങ്കിലും നാഷണൽ പാർക്കുണ്ട്. ഈ നദിയിൽ കൂടെ പോകുന്ന നാഷണൽ പാർക്കാണ് സത്യം പറഞ്ഞാൽ UPSC കൂടുതൽ ചോദിക്കാറുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ നദി ഒഴുകുന്നതിൻ്റെ കൂടെ ഉള്ള നാഷണൽ പാർക്കോ ബയോസ്ഫിയർ റിസർവോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ഉള്ള സിറ്റി ആ നദിയിൽ കൂടെ ഉണ്ടെങ്കിലോ, പിന്നെ അതുപോലെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ഹില്ലിൽ പോകുന്ന ഏതെങ്കിലും നാഷണൽ പാർക്കോ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ നദിയിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള നദി പോകുന്നു, അങ്ങനെയുള്ള കുറേ പോയിന്റുകൾ എക്സ്ട്രാ പോയിന്റേഴ്സായിട്ട് നമുക്ക് പഠിക്കണം. പക്ഷേ അതിന് കുറച്ചുകൂടെ നോളജ് എവിടെയൊക്കെയാണ് നാഷണൽ പാർക്കുള്ളത്, എവിടെയൊക്കെയാണ് ബയോസ്ഫിയർ റിസർവ് ഉള്ളത് എന്നൊക്കെ വേണം. അത് കുറച്ചുകൂടെ പിന്നീടുള്ള നമ്മൾ എൻവയോൺമെൻറ്റ് മാപ്പിംഗ് ക്ലാസ് ഞാൻ പറ്റുമെങ്കിൽ ഇതേപോലെ എടുത്തു തരാം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് പെനിൻസുലർ മൗണ്ടൻ സിസ്റ്റം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൗണ്ടൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് സത്യം പറഞ്ഞാൽ കംപ്ലീറ്റ് ആയി. ഇനി ബേസിക്കായിട്ട് നമുക്ക് മൗണ്ടൻസിൽ നോക്കേണ്ട എന്തുണ്ട്? കുറച്ച് പീക്സ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് നോക്കേണ്ട ഗ്ലേസിയേഴ്സ് ഏതൊക്കെ ഗ്ലേസിയേഴ്സ് ആണ് ഇതിൽ വരുന്നത്, അങ്ങനെയുള്ള 1-2 ക്വസ്റ്റ്യൻസ് അത്രയൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഈ ഒരു പോർഷൻ തീരും. പിന്നെ അടുത്ത് നോക്കേണ്ടതാണ്, പിന്നെ നോക്കേണ്ടത് നമുക്ക് പ്ലാറ്റ്യൂസ് അങ്ങോട്ടൊക്കെയുള്ള പോർഷൻ. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ പിന്നീട് നമുക്കൊരു ലോങ് ക്ലാസ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ജോഗ്രഫി ഇനി എടുക്കില്ല, ഞാൻ മാപ്പിംഗ് ഇതും കൂടെ ഒന്ന് പറഞ്ഞു തരാം. മൗണ്ടൻസ് അപ്പോൾ ഫിനിഷ് ചെയ്യാം നമുക്ക്. അപ്പോൾ നാളെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള എൻവയോൺമെൻറ്റ്, എക്കണോമി, പോളിറ്റിയിലെ കുറേ PYQസും കാര്യങ്ങളും നോക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ കറണ്ട് അഫയേഴ്സിലെ പോർഷൻസൊക്കെ നോക്കാം. ഓക്കെ, ജോഗ്രഫി ഞാൻ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പം ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് പിന്നീട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷുവറായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.